10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമായ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ചോദ്യം നോക്കൂ. 10, 6, 10, 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് സമീപകാലത്ത് PSC വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്തരമൊരു ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇത് സാധാരണ സ്ഥിതിയിൽ എങ്ങനെയാണ് ചെയ്യാമെന്നറിയോ? നമ്മൾ ആദ്യത്തെ 20 പദങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിക്കും സൂത്രവാക്യം ഉപയോഗിച്ച്, അടുത്ത 20 പദങ്ങളുടെ തുകയും സൂത്രവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് സമയമെടുക്കും. എന്നാൽ ഇത്തരം സമയമൊന്നും എടുക്കുന്നതിന് പകരം ഒരൊറ്റ സ്റ്റെപ്പിലൂടെ നമുക്ക് ഇതിനുത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താമെന്നറിയോ? 20² ഇൻറ്റു ഡി. എന്താണ് ഡി? പൊതുവ്യത്യാസം. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? 10 - 6 4 അറിയാലോ. ഒരു സമാന്തര ശ്രേണിയിലെ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണെന്ത്? ഡി, പൊതുവ്യത്യാസം. അപ്പം 20² ഗുണിക്കണം 4 എത്രയാണ്? 20ൻ്റെ വർഗം. 20 ഗുണിക്കണം 20 400. 400 ഗുണിക്കണം 4. അപ്പോൾ 4ഉം 4ഉം ഗുണിച്ചാൽ എത്രയാണ്? 16. എത്ര കിട്ടും നമുക്ക്? 1600. അപ്പോൾ മറക്കണ്ട, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുകയും അടുത്ത n പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്? n² d ആണ്. ഓക്കെ, n² d ആണ്. ഇവിടെ n എത്രയാണ്? 20. അപ്പോൾ 20² ഗുണിക്കണം 4. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സെറ്റല്ലേ? ബൈ.